വെൽക്കം ബാക്ക് ടു ബീറ്റാ സ്ക്വയർ. ഇപ്പൊ നമ്മൾ ക്രൂഡ് ഓപ്പറേഷൻ അതായത് ക്രിയേറ്റ്, റീഡ്, അപ്ഡേറ്റ്, ഡിലീറ്റ് ഒരു 4 വീഡിയോയിലായിട്ട് നമ്മൾ കവർ ചെയ്തു. അത് പാർട്ട് ബൈ പാർട്ട് ആയിട്ട് ചെയ്തതായിരുന്നു. അപ്പൊ നിങ്ങൾക്ക് ചിലപ്പോഴൊക്കെ കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരൊറ്റ വീഡിയോയിലായിട്ട് ഒന്നുകൂടെ ആ ഒരു പ്രോസസ്സ്, ആ ഒരു കോഡ് വൈസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ എന്റെ ആ സെയിം പ്രോജക്റ്റ് ഞാൻ PHP കമാൻഡ് ഉപയോഗിച്ച് റൺ ചെയ്യുന്നുണ്ട്. PHP -S ലോക്കൽ ഹോസ്റ്റ്, പിന്നെ പോർട്ട് ഏതാണ് വേണ്ടതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരു URL അവിടെ ജനറേറ്റ് ആയി വരും. ആ URL ആണ് ഞാൻ ബ്രൗസറിൽ ആക്സസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ബ്രൗസറിൽ ആക്സസ് ചെയ്തപ്പോൾ നമ്മൾ പേജ് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നമ്മൾ URL ഉണ്ട് ബ്രൗസറിൽ. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇങ്ങനെ റൺ ചെയ്യുന്ന സമയത്ത് ഏത് ഫയലാണ് റൺ ചെയ്യുക എന്നുള്ളത് തീരുമാനിക്കുന്ന PHP ആണ്. അതായത് നമ്മൾ ഫോൾഡറിന്റെ ഉള്ളിൽ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു HTML ഫയലോ അല്ലെങ്കിൽ PHP ഫയലോ ഉണ്ടെങ്കിൽ ആ ഒരു ഫയലായിരിക്കും ആദ്യമായിട്ട് റൺ ചെയ്യാൻ വേണ്ടി എടുക്കുക. അപ്പോൾ ആ ഒരു index.php ഫയലാണ് നമ്മുടെ എൻട്രി പോയിന്റ് എന്ന് പറയുന്നത്. അവിടെ നിന്നാണ് കോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു index.php ഫയൽ VS കോഡിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ റീയൂസ് ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് എല്ലാ ഫയലിലും ഒന്നിലധികം ഫയലിൽ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ പാർഷ്യൽസിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതായത് ഹെഡറിൽ നമ്മൾ CSS ഇൻക്ലൂഡ് ചെയ്യുന്നത്, അങ്ങനത്തെ പാർട്ടൊക്കെ നമ്മൾ ഹെഡറിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആപ്ലിക്കേഷന്റെ മുകളിലുള്ള നവബാർ കോമൺ ആയിട്ട് എല്ലാ പേജിലും വേണ്ടതാണ്. അപ്പൊ എല്ലാ ഫയലും നമ്മൾ അത് റിപ്പീറ്റ് ചെയ്യുന്നതിന് പകരം ഒരു പാർഷ്യൽ നവബാർ ഫയലിലാക്കിയിട്ട് അതും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇൻക്ലൂഡ് വൺസ് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തത്. ഒന്നിലധികം തവണ ഇൻക്ലൂഡ് ആവണ്ട. പിന്നെ അതിനുശേഷം സൈഡ് ബാറും ഇതേപോലെ തന്നെ കോമൺ ആണ്. സൈഡ് ബാർ നമ്മൾ പാർഷ്യലിലേക്ക് ആക്കിയിട്ടുണ്ട്. ബാക്കി പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ബൂട്ട് സ്ട്രാപ്പിന്റെ കമ്പോണൻസ് ആണ്. അതായത് ടേബിൾ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ബൂട്ട് സ്ട്രാപ്പിന്റെ ടേബിൾ ക്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതേപോലെ ബട്ടൺ ബൂട്ട് സ്ട്രാപ്പിന്റെ ക്ലാസുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. കോളം, റോ കോളം, ഗ്രിഡ് സിസ്റ്റം ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ടെയ്നർ, റോ കോളം, ഇതാണ് ബൂട്ട് സ്ട്രാപ്പിന്റെ ഗ്രിഡ് സിസ്റ്റം എന്ന് പറയുന്നത്. അത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മൾക്ക് ആദ്യം വേണ്ടത് ഈ ഒരു പേജിൽ, ഇൻഡെക്സ് പേജിൽ നമുക്ക് എംപ്ലോയീസിനെ ലിസ്റ്റ് ചെയ്യണം. അപ്പൊ ലിസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഡാറ്റാബേസിലായിരിക്കും എംപ്ലോയീസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും അല്ലെ. ആ ഡാറ്റാബേസിൽ നിന്ന് കുറെ ഇത് എടുക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ഡാറ്റാബേസിൽ കണക്ട് ചെയ്യണം. ഒരു ഡാറ്റാബേസ് നമുക്ക് കണക്ട് ചെയ്യണം. ആ ഒരു ഡാറ്റാബേസിൽ നമുക്ക് ടേബിൾസ് ഉണ്ടാവും. ടേബിൾസിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ database.php എന്ന് പറഞ്ഞ ഫയലിൽ അതിൽ കോൺഫിഗറേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. അതായത് യൂസർ നെയിം എന്താണ്, പാസ്വേഡ് എന്താണ്, ഡാറ്റാബേസിന്റെ നെയിം എന്താണെന്നൊക്കെ ഉള്ളത് അത് കൊടുത്തിട്ടുള്ള ഫയലാണ് ഈ database.php. ആ ഫയല് നമ്മൾ ആദ്യം ഇൻക്ലൂഡ് ചെയ്തു, അല്ലെങ്കിൽ റിക്വയർ ചെയ്തു. റിക്വയർ അതായത് തീർച്ചയായിട്ടും ഇവിടെ വേണം. ഇങ്ങനെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ ഇൻക്ലൂഡ് ആയാൽ പോരാ. റിക്വയറും ഇൻക്ലൂഡും തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻക്ലൂഡ് കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫയൽ നിങ്ങളുടെ അടുത്തില്ല. അതായത് നമ്മൾ നേരത്തെ ഇൻക്ലൂഡ്, നമ്മൾ പാർഷ്യൽസ് ഇൻക്ലൂഡ് ചെയ്തു, അതായത് സൈഡ് ബാർ ഇൻക്ലൂഡ് വൺസ് കൊടുക്കും. ഇങ്ങനെ ഒരു ഫയൽ ഉണ്ടെങ്കിൽ അത് അവിടെ ഇൻക്ലൂഡ് ആവും, ഇല്ലെങ്കിൽ എറർ ഒന്നും വരില്ല. പക്ഷെ നമ്മൾ റിക്വയർ കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു ഫയൽ ഇല്ല, ഇതിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് മറ്റോ വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ എറർ ആയിരിക്കും. അതാണ് റിക്വയറും അല്ലെങ്കിൽ ഇൻക്ലൂഡ് തമ്മിലുള്ള ഡിഫറൻസ്. പിന്നെ നമ്മൾ നിർബന്ധമായിട്ട് നമുക്ക് വേണ്ടത് എന്താണ്, നമ്മൾക്ക് ഓരോ ഐറ്റംസ് അല്ലെങ്കിൽ ഓരോ എലമെന്റ്സ് നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ചെയ്യുമ്പോൾ അതിൽ ഭാഗമാകുന്ന ഓരോ കാര്യങ്ങളും നമ്മളൊരു ഒബ്ജക്റ്റ് ആക്കി മാറ്റുന്നതാണ്. അപ്പൊ ഈ ഒരു സോഫ്റ്റ്വെയറിൽ എംപ്ലോയി എന്ന് പറയുന്നത് ഈ സോഫ്റ്റ്വെയറിന്റെ ഒരു മെയിൻ ഒരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ ആ എംപ്ലോയിക്ക് പ്രത്യേക ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ മോഡൽ എന്ന് പറയുമ്പോൾ ഒന്നും അല്ല, ഒരു ക്ലാസ് ആണ്. മോഡൽ എന്ന പേര് കൊടുക്കുന്നുള്ളൂ, ഇതൊരു ക്ലാസ് ആണ്. എംപ്ലോയി എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ്സിൽ നമ്മൾ ചെയ്യുന്നത് എന്താണ്, എല്ലാ ക്രൂഡ് ഓപ്പറേഷൻസിനുള്ള ഫംഗ്ഷൻസും അതേപോലെ തന്നെ ഇതിന്റെ ടേബിൾസും ഫീൽഡുകളും കാര്യങ്ങളൊക്കെ ഡിഫൈൻ ചെയ്യുന്നതാണ്. അപ്പോൾ അതും നമുക്ക് വേണം. അതും നമ്മൾ അടുത്തത് ഇൻക്ലൂഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ നേരത്തെ ഈ ഡാറ്റാബേസ് ഇൻക്ലൂഡ് ചെയ്ത് അതിലുള്ള ഡാറ്റാബേസിനെ നമ്മൾ പുതിയൊരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാണ്. ഈ ഒരു ക്ലാസിന്റെ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന പറയും. അപ്പൊ അത് ന്യൂ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആ ഡാറ്റാബേസിനെ, ആ ഒരു ഫയലിന്റെ ക്ലാസിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴാണ് നമ്മൾ അതിന്റെ ഒരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കുന്നത്. ഇവിടെ 1HRMS/database/database എന്ന് കൊടുത്തത് ഈ ഒരു 1HRMS, ഈ ഒരു ഡാറ്റാബേസ് എന്ന് പറയുന്നത് ഇത്രയും പാർട്ട് നമ്മുടെ ഈ ഒരു ഫയലിലുള്ള നെയിം സ്പേസ് ആണ്. പിന്നെ അതേപോലെ അതിനുശേഷം DB = എന്താണ്, ആ ഇൻസ്റ്റൻസിൽ നമുക്ക് കണക്ട് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്. നമ്മൾ ആ ഒരു ക്ലാസ്സിലേക്ക് പോയി നോക്കാം. അതായത് ഡാറ്റാബേസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ database.php ഉണ്ട്. അതിൽ ജസ്റ്റ് ഒരു ക്ലാസ് ആണ്. ക്ലാസ് എന്ന കീവേഡ് കൊടുത്തിട്ട് എന്നിട്ട് നമ്മൾ പ്രൈവറ്റ് ആയിട്ടുള്ള വേരിയബിൾസ് കൊടുത്തിട്ടുണ്ട്. പ്രൈവറ്റ് കൊടുത്ത് നമുക്ക് ഈ ക്ലാസ്സിൽ മാത്രം അത് ആക്സസ് ചെയ്താൽ മതി. ഈ വേരിയബിൾസ് പുറത്തു കൊണ്ട് ആവശ്യമില്ല. കാരണം ഇത് കോൺഫിഡൻഷ്യൽ ഡീറ്റെയിൽസ് ആണ്. ഹോസ്റ്റ് കൊടുക്കുന്ന സമയത്ത് ലോക്കൽ ഹോസ്റ്റ് എന്നോ അല്ലെങ്കിൽ ലോക്കൽ ഹോസ്റ്റിന്റെ IP അഡ്രസ്സോ കൊടുക്കാം. പിന്നെ ഇവിടെ നമുക്ക് ഡാറ്റാബേസിന്റെ നെയിം 1-HRMS എന്താണോ നിങ്ങൾ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിന് നെയിം കൊടുത്തത്, ആ നെയിം കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഡീഫോൾട്ട് ആയിട്ടുള്ള യൂസർ നെയിം, ഡാറ്റാബേസിന്റെ പാസ്വേഡ് ചിലപ്പോൾ നിങ്ങൾക്ക് empty ആയിരിക്കും അല്ലെങ്കിൽ റൂട്ട് ആയിരിക്കും. ഞാൻ റൂട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ റൂട്ട് എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡാറ്റാബേസിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു കണക്ഷൻ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വേരിയബിളും empty വേരിയബിളും നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ക്ലാസ്സിലുള്ള പ്രോപ്പർട്ടീസ് ആണ്. ഇനി മെത്തേഡ്സ് എന്ന് പറയുന്നത്, കണക്ട് എന്ന് പറയുന്ന ഒരു മെത്തേഡാണ് ഈ ഡാറ്റാബേസിലെ കണക്ട് ചെയ്യുന്നത്. അപ്പൊ ആദ്യം എന്തെങ്കിലും കണക്ഷൻ ഒക്കെ ഉണ്ട് അത് നള്ളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ദിസ് കണക്ഷൻ നൾ, ദിസ് എന്ന് പറഞ്ഞാൽ ഇതിലെ, ഈ
ഈ ക്ലാസ്സിലുള്ള കണക്ഷൻ എന്ന് പറഞ്ഞ വേരിയബിളിനെ നള്ളാക്കി നമ്മൾ ഡിഫൈൻ ചെയ്യാം. എന്നിട്ട് പിന്നെ ആക്ച്വൽ കണക്ഷൻ ചെയ്യാം ന്യൂ MySQL. നമ്മളിവിടെ നെയിം സ്പേസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമ്മൾ MySQL എന്ന് പറയുന്ന ഒരു PHP ഇൻബിൽഡ് ആയിട്ടുള്ള ക്ലാസ് യൂസ് ചെയ്യുമ്പോൾ അത് യൂസ് MySQL എന്ന് പറഞ്ഞിട്ട് ഈ ക്ലാസിന്റെ പുറത്ത് അത് നമ്മൾ യൂസ് ചെയ്യണം. അങ്ങനെ അല്ലെങ്കിൽ എറർ വരും. നമ്മൾ നേരത്തെ കണ്ടതാണ്. പിന്നെ ഈ MySQL എന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ് നിങ്ങൾ മൗസ് ഓവർ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ PHPയിലുള്ള ആ ഒരു ഡോക്യുമെന്റേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ അതിൽ ഈ ഒരു MySQL എന്ന ക്ലാസ്സിലെ ഒരു കൺസ്ട്രക്ടർ ഉണ്ട്. അത് ആ കൺസ്ട്രക്ടർ നമ്മൾ വിളിക്കുമ്പോൾ എന്തൊക്കെയാണ് പാസ് ചെയ്യേണ്ടതെന്നുള്ള ആ ഓർഡറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ആദ്യം പാസ് ചെയ്യേണ്ടത് ഹോസ്റ്റ് നെയിം ആണ്, പിന്നെ യൂസർ നെയിം, പാസ്വേഡ്, ഡാറ്റാബേസ്, പോർട്ട് എല്ലാം ഓപ്ഷണൽ ആയതുകൊണ്ടാണ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് അവിടെ കാണുന്നത് ഡോക്യുമെന്റേഷനിൽ. ഈ ഓർഡർ നിങ്ങൾ തെറ്റി കൊടുക്കാൻ പാടില്ല. കാരണം ഈ ഹോസ്റ്റിന് പകരം ആദ്യം നിങ്ങൾ ഈ ഒരു വേരിയബിളിന്റെ ഇവിടെ നിങ്ങൾ ഡാറ്റാബേസിന്റെ നെയിമോ അല്ലെങ്കിൽ യൂസർ നെയിമോ ഒക്കെ ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു കണക്ഷനിൽ നിങ്ങൾക്ക് എറർ കിട്ടും. കാരണം ഏതൊരു ഫംഗ്ഷൻ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഒരു ഫംഗ്ഷനോ ക്ലാസിന്റെ കൺസ്ട്രക്ടർ ഫംഗ്ഷൻ ആണ് അല്ലെ, ഒരു ഫംഗ്ഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ആർഗ്യുമെന്റ്സ് നമ്മൾ സ്പെസിഫൈ ചെയ്യും. അപ്പോൾ ആ ആർഗ്യുമെന്റ്സ് എന്താണ് എക്സ്പെക്ട് ചെയ്യുന്ന ആ ഓർഡറിൽ തന്നെ കൊടുക്കണം. അപ്പോൾ ആദ്യം ഹോസ്റ്റ്, പിന്നെ യൂസർ നെയിം, പാസ്വേഡ്, ഡാറ്റാബേസ് നെയിം ഈ ഓർഡറിൽ തന്നെ ആയിരിക്കണം കൊടുക്കുന്നത്, തെറ്റിപ്പോരുത്. എന്നിട്ട് നമ്മൾ അതിനെ കണക്ഷൻ ആണ്, പിന്നെ കണക്ഷനിൽ എറർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് കണക്ഷൻ. അതൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഒബ്ജക്റ്റ് ആയതുകൊണ്ടാണ് ആരോ ഉപയോഗിച്ച് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതിൽ കണക്ട് എറർ ഉണ്ടെങ്കിൽ എന്താണ് അത് ഡൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ട്, ഇല്ലെങ്കിൽ എന്താണ് റിട്ടേൺ ദിസ് CO. അപ്പോൾ അത് റിട്ടേൺ ചെയ്യുന്നത്. ഇതാണ് ബേസിക് ആയിട്ട് നമ്മൾ ഈ ഒരു ഡാറ്റാബേസ് ഫയൽ, ഡാറ്റാബേസ് കണക്ട് ചെയ്യുന്ന ഫയൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നെയിം സ്പേസ് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ഫയലിലെ ഏറ്റവും ടോപ്പിൽ വേറെ എന്തെങ്കിലും കൊടുക്കുന്നതിന് മുമ്പ് നെയിം സ്പേസ് കൊടുത്തിരിക്കണം. പിന്നെ നമ്മൾ ഇൻഡെക്സ് ഫയലിലേക്ക് തിരിച്ചു പോവാം. ഇൻഡെക്സ് ഫയലിൽ വന്നു കഴിഞ്ഞാൽ അപ്പോൾ അവിടെയുള്ള ആ ഒരു കണക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. അതിന് പാരാമീറ്റേഴ്സും ആർഗ്യുമെന്റ്സ് ഒന്നുമില്ല, അതുകൊണ്ട് തന്നെ അത് എംപ്റ്റി ആണ്. ഇനി ആ കണക്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ വിളിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, അതിലൊരു റിട്ടേൺ ഉണ്ട്, റിട്ടേൺ ദിസ് കണക്ഷൻ. അപ്പോൾ ഈ ഒരു ദിസ് കണക്ഷൻ എന്ന് പറഞ്ഞ വേരിയബിളിൽ സ്റ്റോർ ചെയ്തിട്ട് ആ വേരിയബിൾ ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പോൾ റിട്ടേൺ ഉള്ളത് കൊണ്ട് തന്നെ നമ്മളൊരു വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്യാൻ പറ്റും. അതായത് ഇവിടെ DB ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ സ്റ്റോർ ചെയ്യുമ്പോൾ ഇതിന് എന്താണ് റിട്ടേൺ ചെയ്യുന്നത്, അതിൽ സ്റ്റോർ ചെയ്യും. അപ്പൊ DBയിൽ എന്താണ് ഉണ്ടാവും, ഒരു കണക്ഷൻ ഉണ്ടാവും. എന്നിട്ട് പിന്നെ നമ്മൾ എംപ്ലോയിന്റെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കണം. എംപ്ലോയി മോഡലുള്ള ആ എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ് വിളിച്ചിട്ട് അതിലേക്ക് ഡാറ്റാബേസിന്റെ കണക്ഷൻ ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഡാറ്റാബേസ് ഒക്കെ കണക്ട് ചെയ്ത് വെച്ചു, ഇനി നമ്മൾ അതിൽ ക്വറി ചെയ്യാൻ അത് റെഡിയാണ്. അപ്പൊ ആ ഒരു കണക്ഷൻ ആണ് നമ്മൾ പാസ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനുശേഷം റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ ഈ എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസിന്റെ ഇൻസ്റ്റൻസ് എന്ന് നമ്മൾ ഒരു ലിസ്റ്റ് ഓൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുകയാണ്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഗോ ടു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് എവിടെയാണ് നമ്മൾ ഫംഗ്ഷൻ ഉണ്ടാക്കി അവിടേക്ക് പോകും. അതായത് നമ്മൾ മോഡൽ employee.php ലിസ്റ്റ് ഓൾ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉണ്ട്. അവിടെ എന്താണ് ചെയ്യുന്നത്, query ഈക്വൽ ടു സെലക്ട് സ്റ്റാർ ഫ്രം ദിസ് ടേബിൾ. ഇത് ഒരു അപ്പൻഡ് ചെയ്യുന്നതാണ്. ഇതിലേക്ക് ഈ ഒരു വേരിയബിൾ അപ്പൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡോട്ട് കൊടുത്തിട്ടുള്ളത്. ഇവിടെയൊക്കെ നമ്മൾ ഡബിൾ കോട്ട് എടുത്തു. സ്ട്രിംഗിൽ സെലക്ട് സ്റ്റാർ ഫ്രം ഡോട്ട് എംപ്ലോയി. അതായത് എംപ്ലോയി എന്ന് പറഞ്ഞ ഈ ഒരു ടേബിൾ എന്താണെന്നുള്ളത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ടേബിൾ എന്ന് പറയുന്നത് എംപ്ലോയി ആണ്. ഒന്നിലധികം സ്ഥലത്ത് നമ്മൾ ഈ ടേബിൾ നെയിം യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എംപ്ലോയീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഈ ടേബിൾ നെയിം ഒക്കെ മാറ്റണമെങ്കിൽ ഒറ്റൊരു സ്ഥലത്ത് മാത്രം മാറ്റിയാൽ മതി. അതും പ്രൈവറ്റ് വേരിയബിൾ ആണ്. അപ്പൊ നമ്മൾ ലിസ്റ്റോളിൽ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ക്വറി വേരിയബിളിൽ സ്റ്റോർ ആവും. എന്നിട്ട് എന്ത് ചെയ്യും, അതിനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ള ദിസ് കണക്ഷൻ എന്താണ്, നമ്മൾ എംപ്ലോയി എന്ന് പറഞ്ഞ കൺസ്ട്രക്ട് വിളിക്കുമ്പോൾ ദിസ് എംപ്ലോയി എന്ന് പറഞ്ഞ കൺസ്ട്രക്ട് വിളിച്ചാൽ കണക്ഷൻ പാസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പാരന്റ് കൺസ്ട്രക്ട് വിളിക്കും. പാരന്റ് കൺസ്ട്രക്ട് എന്താണുള്ളത്, ഈ പാരന്റ് എന്ന് പറയുന്നത് ഈ എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ് എന്തിനാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, ബേസ് മോഡലിന് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്. അപ്പൊ ബേസ് മോഡൽ ആണ് ഈ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസിന്റെ പാരന്റ്. അപ്പൊ പാരന്റിലുള്ള കോളൻ ശ്രദ്ധിക്കണം. പിന്നെ രണ്ട് അണ്ടർസ്കോർ കൺസ്ട്രക്റ്റും ഡിസ്ട്രക്റ്റും രണ്ട് ഫംഗ്ഷൻസ് ഉണ്ട്. അത് രണ്ടിനും രണ്ട് അണ്ടർസ്കോർ ഉണ്ടാവും. അപ്പോ ഈ ഒരു എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ള കൺസ്ട്രക്റ്റ് അതിന്റെ പാരന്റ് കൺസ്ട്രക്റ്റിനെ വിളിക്കുകയാണ്. അപ്പൊ പാരന്റ് കൺസ്ട്രക്റ്റിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഗോ ടു ഡെഫിനിഷൻ നോക്കുക, അല്ലെങ്കിൽ F2 കീ പ്രസ് ചെയ്താൽ മതി. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്രൊട്ടക്റ്റഡ് കണക്ഷൻ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ട്. എന്നിട്ട് ജസ്റ്റ് ആ ഒരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നുള്ളൂ, അത്രേ ഉള്ളൂ. അതായത് ഒരു കണക്ഷൻ എന്ന് പറഞ്ഞ വേരിയബിൾ ജസ്റ്റ് എക്സാമ്പിൾ നമ്മൾ ഒരു വേറൊരു ക്ലാസ് എങ്ങനെയാണ് എക്സ്റ്റെൻഡ് ചെയ്യുന്നതെന്നൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാമ്പിളിന് കൊടുത്തു എന്നുള്ളൂ. അതിന്റെ ആവശ്യം നമുക്ക് നിർബന്ധമായിട്ട് വരുന്നില്ല. അപ്പോൾ കണക്ഷൻ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടാവും പാരന്റിൽ. അപ്പൊ പാരന്റിൽ കണക്ഷൻ എന്ന് പറഞ്ഞ വേരിയബിൾ ഉള്ളതുകൊണ്ട് ഈ എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഉള്ളതുപോലെ തന്നെയാണ് അത്. അതിനെ എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്.
അതിന്റെ സ്വഭാവവും അതിന്റെ ഫംഗ്ഷനാലിറ്റി ഒക്കെ ഇവിടെയും കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ ദിസ് കണക്ഷൻ എന്നാണ് വിളിക്കുന്നത്. ദിസ് കണക്ഷൻ ആക്ച്വലി അങ്ങനെ ഒരു വേരിയബിൾ ഈ ക്ലാസ്സിലില്ല, ഇതിന്റെ ബേസ് മോഡലിലാണുള്ളത്, എക്സ്റ്റെൻഡ് ചെയ്ത മോഡലാണുള്ളത്. എന്നിട്ട് അതൊരു ഒബ്ജക്റ്റ് ആണ്, അതായത് അതൊരു കണക്ഷൻ ആണ്. നേരത്തെ നമുക്ക് ഡാറ്റാബേസിൽ നിന്ന് കിട്ടിയ സെയിം കണക്ഷൻ തന്നെയാണ് അത്. അതിൽ ക്വറി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിലേക്ക് നമുക്ക് ക്വറി പാസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ക്വറി, അത് എക്സിക്യൂട്ട് ചെയ്യും. അവിടേക്ക് നമ്മൾ ഈ ഒരു ക്വറി പാസ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് അത് റിട്ടേൺ ചെയ്യും. അപ്പൊ ആ ഒരു റിസൾട്ട് ആണ് ഈ വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതിലൊരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യാണ് ഈഫ് കണ്ടീഷൻ ചെക്ക്. ഈ റിസൾട്ട് എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഇതിൽ നം അണ്ടർസ്കോർ റോസ് എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ട്. അത് നമുക്ക് അതിൽ ഡാറ്റ ഒന്നും ഇല്ലെങ്കിൽ 0 ആയിരിക്കും. അപ്പൊ ഗ്രേറ്റർ ദാൻ 0 ആണോ എന്ന് ചെക്ക് ചെയ്യാണ്. അങ്ങനെയാണെങ്കിലാണ് ഡാറ്റ ഉള്ളത്. എൽസ് എന്താണ്, എൽസ് നമ്മളവിടെ എക്കോ ചെയ്യണം. ഒരു TR ഇട്ടിട്ട് TD എത്ര കോൾ ഉണ്ടോ അതിനനുസരിച്ചുള്ള കോൾ സ്പാൻ കൊടുത്തിട്ടുണ്ട്. TD കോൾ സ്പാൻ 7. പിന്നെ ടെക്സ്റ്റ് സെന്ററിലേക്ക് ടെക്സ്റ്റ് വരാൻ വേണ്ടിയിട്ട് നോ റെക്കോർഡ്സ് ഫോണ്ട്, അതായത് നമ്മളെ കുറെ എക്സിക്യൂട്ട് ചെയ്തപ്പോൾ നം അണ്ടർസ്കോർ റോസ് 0 ആണ്, അതായത് അതിൽ റെക്കോർഡ്സ് ഒന്നുമില്ല. ഇനി അതല്ല 0 അല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, അതിൽ ഡാറ്റ ഉണ്ട് എന്നർത്ഥം. അപ്പോൾ ആ ഡാറ്റ നമുക്ക് ഒരു ഫുൾ ഒരു ലിസ്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അത് ഓരോ റോയിലും നമുക്ക് ലൂപ്പ് ചെയ്യണം. ലൂപ്പ് ചെയ്തിട്ട് ആ ഓരോ റോയിലുള്ള ഡാറ്റ കാണിക്കണം. അതിന് വേണ്ടിയിട്ടാണ് വൈൽ ലൂപ്പ് ഉപയോഗിക്കുന്നത്. വൈൽ ലൂപ്പിൽ നമ്മൾ റോ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടാക്കുകയാണ്. ഈക്വൽ ടു എന്താണ്, ആ റിസൾട്ടിൽ ഫെച്ച് അസോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ ഉണ്ട്, അസോസിയേറ്റീവ് അറേ ആയിട്ട് നമുക്ക് റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ റിസൾട്ട് കോളൻ ഫെച്ച് അസോക്ക് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ ഓരോ റോയിലും ലൂപ്പ് ചെയ്തിട്ട് ഓരോ റോയിലും എന്ത് ചെയ്യും, ആ ഒരു റോയിലുള്ള ഡാറ്റ കാണിക്കും. അതായത് ആദ്യം നമുക്ക് ജോൺ ഡു ആണല്ലെങ്കിൽ ജോൺ ഡു, ആദ്യം നമുക്ക് യെസ് ജോൺ ഡു ആണ്, പിന്നെ അൻഷാദ്, രണ്ട് പ്രാവശ്യം ആ ലൂപ്പിൽ വരും. എന്നിട്ട് ഒരു റോ കാണിക്കാൻ വേണ്ടിയിട്ട് TR ഇട്ടു, TD2 ഏതൊക്കെ കോളംസ് ഉണ്ട് അതിനൊക്കെ TD ഇട്ടിട്ട് ഓരോ കോളംസിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഡാറ്റ കാണിക്കുകയാണ്. നമ്മളിവിടെ ആദ്യം TH ഹെഡിങ്ങിൽ നമ്മൾ ID ആണ് കൊടുത്തത്. അപ്പൊ നമുക്ക് ആദ്യത്തെ TDയിൽ ID ആണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ റോ എന്ന് പറയുന്ന ഒരു അറയാണ്, ഞാൻ പറഞ്ഞ അസോസിയേറ്റ് അറയാണ്, അതായത് കീ വാല്യൂ ഉള്ള അറയാണ്. അപ്പൊ റോ എന്ന് പറയുന്ന അറയിലുള്ള ID എന്ന് പറയുന്ന കീയിലുള്ള ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് റോ ഓഫ് ID. അപ്പോൾ ആ IDന്റെ വാല്യൂ എന്ത് ചെയ്യും, ഇവിടെ പ്രിന്റ് ആവും. പിന്നെ ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്. പിന്നെ നമുക്ക് ആക്ഷൻസിൽ എഡിറ്റിനും ഡിലീറ്റിനുള്ള ഐക്കൺസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് ID പാസ് ചെയ്യണം. അപ്പൊ ആ ഒരു ID ഇവിടെ അപ്പെൻഡ് ചെയ്ത് വിടുന്നുണ്ട്. അതായത് HRF എന്തായിരിക്കണം, ആ ഒരു ലിങ്കിന്റെ HRF ആഡ് എംപ്ലോയി ഡോട്ട് PHP ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ക്വറി സ്ട്രിംഗിൽ ID പാസ് ചെയ്ത് കൊടുക്കുകയാണ് ഇവിടെ അപ്പെൻഡ് ചെയ്തിട്ട്. ഇതേപോലെ തന്നെ ഡിലീറ്റിനും പാസ് ചെയ്ത് കൊടുക്കുന്നത്. ഡിലീറ്റിൽ അതേപോലെ തന്നെ ഒരു കൺഫേം ചെയ്യാനുള്ള ഒരു കൺഫർമേഷൻ പോപ്പപ്പ് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു ജാവാസ്ക്രിപ്റ്റ് കോഡ് കൂടെ ഉണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ ആ ഒരു റോ ക്ലോസ് ചെയ്യണം. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു നെയിം ഉണ്ടല്ലോ ഇവിടെ കൊടുത്തിട്ടുള്ള ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇത് ഡാറ്റാബേസിൽ നിന്ന് ക്വറി ചെയ്തിട്ട് വരുന്നതാണ്. റോ എന്ന് പറയുന്നത് എന്താണ്, ഡാറ്റാബേസിൽ ക്വറി ചെയ്തിട്ട് അവിടെ എന്തൊക്കെ ഫീൽഡ് ഉണ്ടോ അതിനനുസരിച്ചായിരിക്കും ഇവിടെ വരും. അപ്പോൾ ഈ ഒരു ഫീൽഡിന്റെ ഈ നെയിം കൊടുക്കുന്നത് നിങ്ങൾ ഡാറ്റാബേസിന് ഫീൽഡ് നെയിം എന്താണോ കൊടുത്തത്, ഇവിടെ ഡാറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഞാനിവിടെ സ്മോൾ ലെറ്റേഴ്സിൽ അണ്ടർസ്കോർ ഇട്ടിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ശ്രദ്ധിച്ചാൽ കാണാം ID, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ് ഇല്ല. അപ്പൊ അതേപോലെ ആ ഒരു നെയിം ആയിരിക്കണം ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇവിടെ F ക്യാപ്സ് ആയി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഡാറ്റ ഉണ്ടാവില്ല. ഇനി അതിനുശേഷം നമ്മൾ എല്ലാം കണക്ട് ചെയ്തു, ഡാറ്റാബേസ് കണക്ട് ചെയ്തു, ഡാറ്റ ഒക്കെ കിട്ടി, എല്ലാം ഡിസ്പ്ലേ ഒക്കെ ചെയ്തതിന് ശേഷം ഡാറ്റാബേസ് നമുക്ക് ക്ലോസ് ചെയ്യണം. ആ ഒരു കണക്ഷൻ ക്ലോസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് DB ക്ലോസ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഇവിടെ എക്സിക്യൂട്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മളൊരു ഇൻഡെക്സ് ഫയൽ ഉള്ളത്. ഇനി നമ്മൾ ആ ഒരു എംപ്ലോയി മോഡൽ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ലിസ്റ്റോൾ നമ്മൾ ഓൾറെഡി കണ്ടു. പിന്നെ ഉള്ളത് നമ്മൾ ആഡ് എംപ്ലോയി എന്ന് പറയുന്ന ഒരു ഫയൽ നമ്മൾ എഡിറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് എംപ്ലോയി ആണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇൻഡെക്സിൽ നമുക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ബട്ടൺ ഉണ്ട്, ആഡ് എംപ്ലോയി എന്ന് പറഞ്ഞ ബട്ടൺ. അവിടെ നമ്മൾ ജസ്റ്റ് HRFൽ ആഡ് എംപ്ലോയി ഡോട്ട് PHP എന്ന് മാത്രമേ വിളിക്കുന്നുള്ളൂ. പക്ഷെ എഡിറ്റിലാകുമ്പോഴോ ആഡ് എംപ്ലോയി ഡോട്ട് PHP ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് ID ഈക്വൽ ടു പിന്നെ ആ എഡിറ്റ് ചെയ്യുന്ന എംപ്ലോയിന്റെ IDയും കൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ആഡ് എംപ്ലോയി ഡോട്ട് PHP എന്ന് പറഞ്ഞ ഫയല് നമ്മൾ ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും രണ്ടിനും കൂടെ ഉപയോഗിക്കുന്ന ഒരു ഫയലാണ്. അപ്പൊ അതിന്റെ HTML പാർട്ടിൽ വന്നു കഴിഞ്ഞാൽ നേരത്തെ ഇൻഡെക്സിൽ ഇൻക്ലൂഡ് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഹെഡർ, നാവ് ബാർ, സൈഡ് ബാർ, ഫൂട്ടർ ഒക്കെ. അതേപോലെ തന്നെ നമുക്ക് അതിന്റെ ഒരു പേജിനുള്ള ഹെഡിങ് ഉണ്ടല്ലോ, ആ ഹെഡിങ് നമ്മൾ കണ്ടീഷണൽ ആയിട്ടാണ് കാണിക്കുക. എഡിറ്റ് വേണോ ആഡ് വേണോ എന്നുള്ള തീരുമാനിക്കണം. അതേപോലെ തന്നെ എറർ കാണിക്കുന്ന സെക്ഷൻ ഉണ്ട്. പിന്നെ ഒരു ഫോം ഉണ്ടാവും, ഫോമിൽ എല്ലാ ഫീൽഡുകളും, പിന്നെ അത് സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷന് ഇത്രയാണുള്ളത്. അപ്പൊ അത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം ഈ ഫയൽ ഏത് കോഡായാലും ടോപ്പ് ടു ബോട്ടം ആണ് എക്സിക്യൂട്ട് ആകുന്നത്. അപ്പൊ ആദ്യം എന്തായിട്ടുണ്ട്, ഡാറ്റാബേസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ റിക്വയർ വൺസോ അല്ലെങ്കിൽ ഇൻക്ലൂഡോ കൊടുക്കാം. നിർബന്ധമായിട്ടും വേണ്ടത് കൊണ്ട് ഞാനത് റിക്വയർ ആക്കി മാറ്റാം. എംപ്ലോയും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റിക്വയർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഡാറ്റാബേസ് കണക്ഷൻ ക്രിയേറ്റ് ചെയ്യാൻ നേരത്തെ നമ്മൾ ഇൻഡെക്സിൽ കണ്ടതുപോലെ തന്നെ നമ്മൾ കണക്ഷൻ ക്രിയേറ്റ് ചെയ്ത് വെച്ചു. എന്നിട്ട് എംപ്ലോയിന്റെ ഇൻസ്റ്റൻസ് ഉണ്ടാക്കി വെച്ചു. എറേഴ്സ് നമുക്ക് ബാക്ക് എൻഡിൽ നിന്ന് നമ്മൾ ഫ്രണ്ട് എൻഡിലെ വാലിഡേഷൻ ഒക്കെ നമ്മൾ ഫോമിൽ റിക്വയർ അല്ലെങ്കിൽ ഇമെയിൽ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ബ്രൗസർ വാലിഡേറ്റ് ചെയ്യും. ജാവാസ്ക്രിപ്റ്റിൽ സ്പെസിഫിക് ആയിട്ട് വാലിഡേഷൻ ചെയ്യണം നിർബന്ധമില്ല. അപ്പൊ അങ്ങനെ വാലിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ
ബാക്ക് എൻഡിൽ നിന്നും കൂടെ വാലിഡേറ്റ് ചെയ്യണം. വാലിഡേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ ആ എറേഴ്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു empty array ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, വേരിയബിൾ എറേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു empty array ആണ്. പിന്നെ നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് അതും അറിയാണ്. അതിൽ നമ്മൾ ഈ കുറച്ച് ഫീൽഡുകളാണ് കൊടുത്തിട്ടുള്ളത്. ആ ഫീൽഡിനെ നമ്മളൊരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഓരോ ഫീൽഡിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് അതിന്റെ നെയിം ഉപയോഗിച്ചിട്ടാണ്. എന്താണ് നെയിം കൊടുക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഓരോ നെയിമുകളും ഞാൻ കൊടുത്തിട്ടുള്ള സെയിം നെയിം ഇവിടെ കൊടുത്തു ഞാനിവിടെ. എന്നിട്ട് അതിന്റെ വാല്യൂ ഇതൊരു അസോസിയേറ്റീവ് അറയാണ്, കീ വാല്യൂ പേരുള്ള അറയാണ്. അറേ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ ഇങ്ങനെയുള്ള ആരോ ഉപയോഗിക്കുന്നത്. അതിന്റെ കീ ഇതാണ്, വാല്യൂ ഇവിടെ ഉണ്ടാവും, ഓരോന്നും കോമട്ട് സെപ്പറേറ്റ്. അപ്പൊ ആദ്യം ഞാൻ എല്ലാത്തിന്റെ വാല്യൂ empty ആക്കി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ പോസ്റ്റ് ഈ കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഫോമിലേക്ക് പോവാം. ഈ രണ്ട് ഭാഗം ഞാൻ ജസ്റ്റ് ക്ലോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. VS കോഡിൽ എങ്ങനെ ആ ഒരു ലൈൻ നമ്പറിന്റെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കോഡ് എക്സ്പാൻഡ് ചെയ്യാനും കൊളാപ്സ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അത്ര ഞാൻ അവിടെ ഒന്ന് ക്ലോസ് ചെയ്ത് വെച്ചു. പിന്നെ വന്നു കഴിഞ്ഞാൽ അടുത്ത ഈ ഒരു ഭാഗം പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇനി നമ്മൾ നോക്കുന്നത് എറേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ. ഇവിടെ ഞാൻ if എറേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു വേരിയബിൾ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു വേരിയബിൾ ഇല്ലെങ്കിൽ ഈ ഒരു if കണ്ടീഷന്റെ ഉള്ളിൽ കയറില്ല. ഉണ്ടെങ്കിൽ അത് ഷോർട്ട് ഹാൻഡ് സിന്റാക്സ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ കോളൻ കൊടുത്ത് നമ്മൾ കേളി ബ്രേസ് ഉപയോഗിക്കാതെ. HTML-ഉം PHP-യും കൂടി ചേർന്ന് ചെയ്യുന്ന സമയത്ത് കേളി ബ്രേസ് കൊടുത്ത് ഉപയോഗിക്കുന്നതിനേക്കാൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത് ഇങ്ങനെ ഷോർട്ട് ഹാൻഡ് സിന്റാക്സ് കൊടുക്കുന്ന ഒരു ബെറ്റർ റീഡബിലിറ്റി ഉണ്ടാവും. അത് എൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കേളി ബ്രേസ് ക്ലോസ് ചെയ്യുന്നതിന് പകരം എൻഡ് എന്നാണ് കൊടുക്കുക, എന്നിട്ട് സെമി കോളൻ. അപ്പോൾ ഞാൻ ഒരു PHP ടാഗിൽ അത് ചെയ്തു. അതിനുശേഷം ഞാൻ ബൂട്ട് സ്ട്രാപ്പിന്റെ അലേർട്ട് എന്ന് പറഞ്ഞ ഒരു കമ്പോണന്റ് ഉണ്ട്. അതിൽ അലേർട്ട് ഡേഞ്ചർ ഈ ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ റെഡ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് കിട്ടും നമുക്ക് അടിയിൽ. എന്നിട്ട് അതിന്റെ ഉള്ളിൽ നമുക്ക് എറേഴ്സ് കാണിക്കണം. ഞാൻ പറഞ്ഞ എറേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാണ്. അപ്പൊ അതിലെന്തുണ്ടാവും, ഒന്നിലധികം എറേഴ്സ് ഉണ്ടാവും. ചിലപ്പോൾ ഫസ്റ്റ് നെയിം ഫീൽഡ് ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല, ലാസ്റ്റ് നെയിം ഫീൽഡ് ഫില്ല് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് എറർ വരുന്ന എന്തായിരിക്കും, ഫസ്റ്റ് നെയിം ഈസ് റിക്വയർഡ്, ലാസ്റ്റ് നെയിം ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ടുള്ള എന്ത് വരും, എറർ വരും. 2 എറർ വന്നു. അപ്പൊ ആ 2 എററും നമുക്ക് കാണിക്കണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്താണ്, അത് അറിയായതുകൊണ്ട് അത് ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് PHP-യിൽ ഒരു അറയിൽ കൂടെ ലൂപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഫംഗ്ഷൻ ആണ് അല്ലെങ്കിൽ ഓപ്ഷൻ ആണ് for each എന്ന് പറയുന്നത്. അപ്പൊ ആ for each-ലേക്ക് നമ്മൾ അറേ പാസ് ചെയ്ത് കൊടുക്കും ഫസ്റ്റ്. എന്നിട്ട് ആസ് എറർ, ഇപ്പൊ എറേഴ്സ് ആസ് എറർ എന്ന് പറയുമ്പോൾ എന്താണ്, ഇവിടെ എന്ത് നെയിം കൊടുക്കുക, ഇവിടെ നിങ്ങൾക്ക് എന്ത് നെയിം കൊടുക്കുക, ഇവിടെ നിങ്ങൾ എന്തിലാണോ ലൂപ്പ് ചെയ്യുന്ന ആ വേരിയബിൾ, എറേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ നമുക്ക് അറിയാണ്. എന്നിട്ട് ഓരോ റോയിലും ഉള്ള ഐറ്റം നിങ്ങൾക്ക് ഏത് വേരിയബിളിലേക്കാണ് സ്റ്റോർ ചെയ്യുന്നത് ആ വേരിയബിളിന്റെ നെയിമാണ് ഇവിടെ കൊടുക്കുന്നത്. ഇവിടെ ABC എന്ന് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിവിടെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള എറർ, അതാണ് നമ്മൾ നെയിം കൊടുക്കുമ്പോൾ എന്താണ്, നമ്മൾ അറിയാണെങ്കിൽ വേരിയബിളിന് നമ്മൾ എപ്പോഴും പേര് കൊടുക്കുക നമ്മൾ എന്താണ് പ്ലൂറൽ ആയിട്ടാണ്. എറേഴ്സ്, സ്റ്റുഡൻസ്, എംപ്ലോയീസ് എന്നൊക്കെ പറഞ്ഞാൽ എസ് കൂടെ ചേർത്തിട്ട്. എന്നിട്ട് ഒറ്റൊരു എറർ ആകുമ്പോഴാണ് ജസ്റ്റ് എറർ. അപ്പോൾ അതിന്റെ സിംഗുലർ ആണ് നമ്മൾ ആസ് എന്ന് കൊടുക്കുക. അപ്പോൾ ഓരോ ലൂപ്പ് ചെയ്യുമ്പോൾ അതിലെ എറർ എന്തായിരിക്കും, ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യും. എന്നിട്ട് നമ്മളൊരു പാരഗ്രാഫ് ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ എക്കോ ചെയ്യാൻ എക്കോ $. അപ്പൊ അതിലുള്ള ഒരു സ്ട്രിങ് ആയിരിക്കും നമ്മൾ അറയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഫസ്റ്റ് നെയിം ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. എന്നിട്ട് അടുത്ത ലൂപ്പിൽ വന്നിട്ട് ഒരു പാരഗ്രാഫും കൂടെ ഇട്ടിട്ട് എന്ത് ചെയ്യും, ലാസ്റ്റ് നെയിം ഈസ് റിക്വയർഡ് എന്ന് പറഞ്ഞിട്ട് പ്രിന്റ് ചെയ്യും. അപ്പൊ എന്താ, പാരഗ്രാഫ് ആയതുകൊണ്ട് അടുത്ത ലൈനിലേക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാരഗ്രാഫ് യൂസ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ ഒരു മെയിൻ ഇഫ് കണ്ടീഷൻ എൻഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എറർ കാണിക്കേണ്ട എവിടെയാണ്, ഒരു ഫോമിന്റെ മുകളിൽ. ഒരു ഫോം, അതായത് ഒരു ഡാറ്റ നമുക്ക് ഒരു HTML നിന്ന് PHP സൈഡിലേക്ക് അല്ലെങ്കിൽ ഡാറ്റാബേസ് സൈഡിലേക്ക് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോം എന്ന് പറയുന്ന എലമെന്റ് വേണം. അതിനാണ് ഇവിടെ ഫോം കൊടുത്തുള്ളത്. പിന്നെ അതിന് മെത്തേഡ് വേണം. ഞാൻ പറഞ്ഞു, ഒരു ബൈ ഡിഫോൾട്ട് നിങ്ങൾ മെത്തേഡ് കൊടുത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഗെറ്റ് ആയിരിക്കും മെത്തേഡ് ഡിഫോൾട്ട് ബ്രൗസർ അസൈൻ ചെയ്യുന്നത്. അങ്ങനെ ഗെറ്റ് കൊടുക്കുമ്പോൾ ഡാറ്റ ബ്രൗസറിൽ URL തന്നെ ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട് കൊറി സ്ട്രിംഗ് ആയിട്ടാണ് പോവുക. അങ്ങനെയല്ല നമുക്ക് വേണ്ടത്. നമുക്ക് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് പോസ്റ്റ് ആയിട്ടാണ് പോകേണ്ടത്. അത് നമ്മൾക്ക് ഹിഡൻ ആയിട്ട് പോകണം. അപ്പൊ അങ്ങനെ പോകാൻ വേണ്ടിയിട്ടാണ് പോസ്റ്റ് കൊടുത്തിട്ട്. പിന്നെ ആരാണ് ഈ പോസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത്, അത് ഇതിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത് ആരെ കയ്യിലേക്കാണ് നമ്മൾ ഈ ഫോമിന്റെ ഡാറ്റ ഒക്കെ കൊടുക്കുന്നത് എന്നുള്ളതാണ് ആക്ഷനിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ എക്കോ ചെയ്യാണ്, പ്രിന്റ് ചെയ്യണം എന്താണ്, HTML സ്പെഷ്യൽ ക്ലാസ് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ $_server എന്ന് പറയുന്ന PHP-ന്റെ ഗ്ലോബൽ വേരിയബിൾ ഉണ്ട്. ആ വേരിയബിളിൽ PHP സെൽഫ് എന്ന് പറയുന്ന ഒരു അസോസിയേറ്റീവ് കീ ഉണ്ട്. അതായത് PHP സെൽഫ് എന്ന് പറയുമ്പോൾ അതിൽ സ്റ്റോർ ഉണ്ടാവും, ഈ ഫയലിന്റെ അതേ URL ആയിരിക്കും ഉണ്ടാവും. അപ്പോൾ അത് തന്നെയാണ് കൊടുക്കുന്നത്. അതായത് നമ്മൾ പറയാണ്, ഹിഡൻ ആയിട്ട് നമ്മൾ പറയാണ്, ഈ ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ ഫയൽ തന്നെ അത് ഹാൻഡിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ഫയലിനെ തന്നെ ഹാൻഡിൽ ചെയ്യാൻ പറയാൻ കാരണം എന്താണ്, നമ്മൾക്ക് എറേഴ്സ് ഒക്കെ ഇവിടെ പ്രിന്റ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമുക്ക് എറേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ തിരിച്ച് ഇങ്ങോട്ട് പാസ് ചെയ്ത് കൊടുത്ത് പ്രിന്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. എസ്പെഷ്യലി ഒരു മോണോലിത്ത് ആപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മോണോലിത്ത് എന്ന് പറയും. ആപ്ലിക്കേഷന്റെ ഒരു ആർക്കിടെക്ചർ പറയുന്നത് മോണോലിത്ത് ആണ്. അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഡീപ്ലി കപ്പിൾഡ് ആണ്. ഇതിന്റെ ബാക്ക് എൻഡ് ഫ്രണ്ട് എൻഡ് കൂടെ ഒരുമിച്ച് ജോയിൻ ചെയ്തിട്ടാണുള്ളത്. അപ്പൊ അതിനാണ് മോണോലിത്ത് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് തന്നെ പിന്നെ അതേപോലെ ഈ ഫോമിന് നമ്മളൊരു ID കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫോം റീസെറ്റ് ചെയ്യാനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ID കൊടുത്തത്. പിന്നെ അടുത്തത് നമുക്ക് ഈ ഒരു ഇഫ് കണ്ടീഷനും പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ നമുക്ക് ഒരു റോയിൽ നമുക്ക് 2 ഫീൽഡ് വേണം. അപ്പോൾ
ഒരു റോ ഇട്ടു ബൂട്ട്സ്ട്രാപ്പിന്റെ, എന്നിട്ട് കോളം SM12ഉം പിന്നെ റെസ്പോൺസീവ് ഡിസൈൻ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സ്മോൾ ഡിവൈസിൽ 12 ഇട്ടു. അതായത് ഒരു റോയില് ഒറ്റ കോളം മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ മീഡിയം ഡിവൈസ് മുതൽ അങ്ങോട്ടാണെങ്കിൽ എന്താണ് 6 2 ഫീൽഡുകൾ ഉണ്ടാവും ഒരു റോയില്. എന്നിട്ട് നമുക്ക് വേണ്ടതാണ് ആദ്യം നമുക്ക് യൂസേഴ്സിന് കാണണം എന്താണ് എൻ്റർ ചെയ്യേണ്ടതെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്, ഒരു ലേബൽ കൊടുത്തിട്ടുണ്ട്. ലേബൽ എന്ന് പറഞ്ഞാൽ ടാഗ് HTML ടാഗ് കൊടുത്തു, എന്നിട്ട് അതിന് ഫോർ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ യൂസേഴ്സിന് റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇവിടെ കൊടുത്തത്. ഇവിടെ F ക്യാപ്സ് ആണ്, നെയിം ക്യാപ്സ് ആണ്. അത് നമ്മളെ ഡാറ്റാബേസിൽ എന്താണ് സ്റ്റോർ ചെയ്യുന്നത് അല്ലെങ്കിൽ നെയിം എന്താണ് കൊടുത്തത് അതിനൊന്നും ഒരു ബന്ധമല്ല. ഇവിടെ നമ്മൾ യൂസേഴ്സിനെ കാണുന്ന രീതിയിലാണ് കൊടുക്കുന്നത്. അതായത് യൂസേഴ്സിനെ കാണുന്ന ഒരു ലേബലാണ്. പിന്നെ ഇത് ഈ ഒരു ഫീൽഡ് ഫസ്റ്റ് നെയിം എന്ന് പറയുന്നത് മാൻഡേറ്ററി ഫീൽഡ് ആണ് എന്ന് ആദ്യം തന്നെ യൂസേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പാൻ ഇട്ടിട്ട് സ്പാൻ്റെ ഉള്ളിൽ നമ്മൾ സ്റ്റാർ ഇട്ടു. ആ സ്റ്റാർ നമ്മൾ ക്ലാസ് കൊടുത്തു റിക്വയർഡ് ആസ്റ്ററിക്. ഈ ക്ലാസ്സിന് നമ്മൾ കളർ റെഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ സ്റ്റാർ റെഡ് കളറിലാണ് വരിക. സ്പാൻ എന്ന് പറയുന്ന ഒരു ഇൻലൈൻ എലമെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഈ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ടെക്സ്റ്റിന്റെ കൂടെ തന്നെ നിൽക്കും, താഴോട്ട് പോവാതെ. അപ്പൊ അതാണ് ലേബൽ എന്ന് പറയുന്നത്. ആ ലേബൽ നോക്കാം നമുക്ക് എവിടെ വരുന്നത്. ഈ ഒരു ലേബൽ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ഈ ഒരു ലേബലാണ്. അത് അവിടെ സ്മോൾ ലെറ്റർ ആവരുത് അല്ലെങ്കിൽ അണ്ടർസ്കോർ ഉണ്ടാവരുത്. യൂസറിന് എപ്പോഴും റീഡ് ചെയ്യാൻ പറ്റുന്ന എന്താണ് നല്ലൊരു വൃത്തിയായിട്ടുള്ള സിന്റാക്സ് എന്ന് പറയുന്നത് നമുക്ക് ആവശ്യമുള്ള ലെറ്റേഴ്സ് ഒക്കെ ക്യാപ്സ് ആക്കി സ്പേസ് ഒക്കെ ഇട്ട് പ്രോപ്പർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യണം. അതാണ് ലേബൽ എന്ന് പറയുന്നത്. ഇനി ഈ ലേബലിന്റെ കൂടെ തന്നെ നമുക്കൊരു ഇൻപുട്ട് വേണം. ആ ലേബലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള യൂസറിന് എൻ്റർ ചെയ്യാനുള്ള ഇൻപുട്ട്, അതായത് ഈ ഒരു ഇൻപുട്ട്, ആ ഇൻപുട്ടാണ് നമ്മൾ ഇൻപുട്ട് ടൈപ്പ് ടെക്സ്റ്റ് എന്ന് പറഞ്ഞുകൊടുത്തു. ക്ലാസ് ബൂട്ട്സ്ട്രാപ്പിന്റെ ഫോം കൺട്രോൾ എന്നാണ് ക്ലാസ്. പിന്നെ ഏത് ഫോമിൽ ഡാറ്റ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റണമെന്നുണ്ടെങ്കിൽ PHP ആക്സസ് ചെയ്യാൻ പറ്റുന്നത് അതിന് നെയിം ആട്രിബ്യൂട്ട് കൊടുക്കണം. നെയിം ഇല്ലാതെ ഇതിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ PHPയിലേക്ക് കിട്ടില്ല. നിർബന്ധമായിട്ട് നെയിം കൊടുക്കണം. ആ നെയിം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, പക്ഷെ ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള നെയിം കൊടുക്കണം. ഇവിടെ ഞാൻ ഫസ്റ്റ് നെയിം ആയതുകൊണ്ട് തന്നെ സ്മോൾ ലെറ്റർ ഫസ്റ്റ് നെയിം അണ്ടർസ്കോർ ഒക്കെ ഇട്ട് സ്മോൾ ലെറ്റേഴ്സിൽ ഫസ്റ്റ് നെയിം കൊടുത്തിട്ടുണ്ട്. ഈ നെയിം എന്ന് പറയുന്ന വേരിയബിൾ ആയിരിക്കണം നിങ്ങൾ ഈ ഡാറ്റയിൽ ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് നെയിം ഇവിടെ നിങ്ങൾ ക്യാപിറ്റൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെയും ക്യാപിറ്റൽ ആയിരിക്കണം. ആ നെയിം ഉണ്ടെങ്കിൽ മാത്രമേ ഏത് ഫോമിലെ വാല്യൂ നമുക്ക് കിട്ടുള്ളൂ. പിന്നെ അതിന് ID കൂടെ കൊടുത്തു. ഈ ലേബൽ ഈ ഇൻപുട്ടിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഈ ഫോർ എന്ന് പറഞ്ഞ് കൊടുക്കുന്ന വാല്യൂ ഇവിടുന്ന് എടുക്കുന്ന വാല്യൂ ആണ്. ഇൻപുട്ടിലുള്ള IDക്ക് എന്താണോ കൊടുത്തത്, IDക്ക് ഞാൻ ടെസ്റ്റ് എന്നാണ് കൊടുത്തെങ്കിൽ ഇവിടെയും ടെസ്റ്റ് എന്നാണ് കൊടുക്കണം. എപ്പോഴും മീനിങ് ഫുൾ ആയിട്ടുള്ള ID കൊടുക്കുക. പിന്നെ വാല്യൂ, ഇവിടെ വാല്യൂ നമുക്ക് ഇനീഷ്യലി വാല്യൂ ഒന്നും വേണ്ട. അപ്പൊ ഞാൻ ഇവിടെ വാല്യൂ എന്ന് പറഞ്ഞോട് PHP echo HTML സ്പെഷ്യൽ ക്ലാസ് ഡാറ്റ ഓഫ് ഫസ്റ്റ് നെയിം. പിന്നെ റിക്കോർഡ് എന്ന് പറഞ്ഞാൽ ഇത് വാലിഡേറ്റ് ഫ്രണ്ട് എൻഡിൽ ബ്രൗസർ വാലിഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റിക്കോർഡ് എന്നാണ് ആട്രിബ്യൂട്ടും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഞാൻ ഡാറ്റ ഓഫ് ഫസ്റ്റ് നെയിം HTML സ്പെഷ്യൽ ക്ലാസ് ഒക്കെ എന്താണ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒക്കെ റിമൂവ് ചെയ്തിട്ട് ഒരു ഡാറ്റ പ്രിന്റ് ചെയ്യും. ഡാറ്റയിൽ അറയാണത്. ഡാറ്റ എന്ന് പറഞ്ഞാൽ അറയിലുള്ള ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. ഈ അറയിൽ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന കീഴിലുള്ള ഡാറ്റയാണ് ഇവിടെ പ്രിന്റ് ചെയ്യുക. അപ്പൊ ആദ്യം എന്താണ് നമുക്കുള്ളത്, ഡാറ്റയിൽ ഫസ്റ്റ് നെയിം empty ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫോമിൽ ആഡ് ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ empty ആണ്, ഒന്നും വന്നിട്ടില്ല. ഇതേപോലെ തന്നെയാണ് ലാസ്റ്റ് നെയിമും. അതേപോലെ തന്നെ ഇമെയിലിന്റെ ടൈപ്പ് ഇമെയിൽ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ എൻ്റർ ചെയ്യുന്നതും കൂടെ അത് വാലിഡേറ്റ് ചെയ്യും, ബ്രൗസർ വാലിഡേറ്റ് ചെയ്യും. പിന്നെ സാലറി അതിന്റെ നമ്പർ ആണ്. ഒരു നമ്പർ ആയതുകൊണ്ട് തന്നെ നമ്പർ എന്ന് പറഞ്ഞ ടൈപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റിന് നമ്മൾ കൊടുത്തിട്ടുള്ളത് ടെക്സ്റ്റ് ആണ്. അപ്പൊ എല്ലാത്തിനും നമ്മൾ ഡാറ്റയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഓരോ ഫീൽഡിന് നമ്മൾ ഡാറ്റ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാത്തിനും empty ഡാറ്റ വന്നു. പിന്നെ അതിനുശേഷം ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യണം. സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് ക്ലിയർ ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സബ്മിറ്റ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട്, ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ്. നമ്മൾ ഇൻപുട്ട് ടൈപ്പ് റീസെറ്റ് എന്ന് കൊടുക്കാം. നമ്മൾ PHPയിൽ റീസെറ്റ് ചെയ്യുന്നതാണ്, HTML റീസെറ്റ് ചെയ്യുന്നതാണെങ്കിൽ റീസെറ്റ് എന്ന് കൊടുക്കാം. അവിടെ റീസെറ്റ് കൊടുത്ത് നമ്മൾ വാല്യൂസ് ഇങ്ങനെ ഹാർഡ് കോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് റീസെറ്റ് ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ ബട്ടൺ കൊടുത്തിട്ട് ജാവാസ്ക്രിപ്റ്റ് ഉപയോഗിച്ച് റീസെറ്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഇൻപുട്ട് ടൈപ്പ് സബ്മിറ്റ് കൊടുത്തു. സബ്മിറ്റ് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ടെക്സ്റ്റ് കണ്ടീഷണൽ ബേസ് ആയിട്ട് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത്. 3 സ്ഥലത്തായി നമ്മളിപ്പോൾ ഒരു എംപ്ലോയി ID ചെക്ക് ചെയ്യുന്നത്. അത് എപ്പോഴാണ് ആ ഒരു കണ്ടീഷൻ വരുന്നത് എന്നുള്ളത് നോക്കാം. അതായത് ഇങ്ങനെ ഒരു എംപ്ലോയി ഇസെറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ, ഒരു വേരിയബിൾ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് ഇസെറ്റ്. ഈ ഇസെറ്റ് ഓഫ് എംപ്ലോയി ID, എംപ്ലോയി എന്നാണ് വേരിയബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റ്. അതായത് ഈ ഒരു ആഡ് എംപ്ലോയി നമ്മൾ ഉപയോഗിക്കുന്ന രണ്ട് കാര്യത്തിനും, ഒന്ന് ആഡ് ചെയ്യാനും പിന്നെ എഡിറ്റ് ചെയ്യാനും. ആഡ് ചെയ്യുന്ന സമയത്ത് ഒരു എംപ്ലോയി ID നമ്മളടുത്ത് ഉണ്ടാവില്ല, എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ബട്ടന്റെ ടെക്സ്റ്റ് എന്തായിരിക്കും, അപ്ഡേറ്റ് എന്നായിരിക്കണം സേവിന് പകരം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള കണ്ടീഷൻ ആണത്. ഈ എംപ്ലോയി ID ഉണ്ടെങ്കിൽ അപ്ഡേറ്റും അല്ലെങ്കിൽ സേവ് എന്നുള്ളത്. അതേപോലെ തന്നെയാണ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുള്ളത്. നമ്മൾ ആ ഒരു എംപ്ലോയി ID നമ്മൾ ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഫോമിൽ നിന്ന് നമ്മൾ ആക്ഷനിലേക്ക് എന്തും കൂടെ പാസ് ചെയ്ത് കൊടുക്കണം, എംപ്ലോയിന്റെ IDയും കൂടെ പാസ് ചെയ്ത് കൊടുക്കണം. അതായത് പോസ്റ്റ് മെത്തേഡിൽ അങ്ങനെ പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹിഡൻ ആയിട്ടുള്ള ഇൻപുട്ട് ഫീൽഡ് കണ്ടീഷൻ ഇട്ടിട്ട് അതിന്റെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ ഒരു എംപ്ലോയി ID ഉണ്ടെങ്കിൽ ഹിഡൻ ഇൻപുട്ട് ഫീൽഡ് ഇടും, എന്നിട്ട് അതിന്റെ വാല്യൂ എന്തായിരിക്കണം, ആ എംപ്ലോയി ID ആയിരിക്കണം. അപ്പൊ ഇത് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫീൽഡ് ഇവിടെ ഉണ്ടാവില്ല. ഇത്രയാണ് ഈ ഒരു ബ്ലോക്ക് എന്ന് പറയുന്നത്. പിന്നെ ടോപ്പിലുള്ള പേജിന്റെ ടൈറ്റിലും നമ്മൾക്ക് എഡിറ്റ് എംപ്ലോയി എന്ന് കാണിക്കണം. എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആഡ് ചെയ്യുമ്പോൾ
ആഡ് എംപ്ലോയി അതിനുള്ള കണ്ടീഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി. ആദ്യം ഈ ഒരു വേരിയബിൾ ഡാറ്റ വേരിയബിൾ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് നോക്കിയല്ലോ. ഇനി ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ അത് ഈ ഇഫ് കണ്ടീഷന്റെ ഉള്ളിൽ കയറും. അതായത് സെർവർ ഓഫ് റിക്വസ്റ്റ് മെത്തേഡ് ഡബിൾ ഈക്വൽ ടു പോസ്റ്റ്. അത് ഫസ്റ്റ് നമ്മൾ ബ്രൗസറിൽ ആക്സസ് ചെയ്യുമ്പോൾ എപ്പോഴും ഗെറ്റ് ആയിരിക്കും. നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആക്ഷൻ കൊടുത്ത് മെത്തേഡ് പോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫോം സബ്മിറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് ആവുക. അപ്പൊ ഈ കണ്ടീഷൻ ഉള്ളിൽ കയറും. അപ്പോൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഇതിന്റെ ഉള്ളിൽ കയറിയിട്ട് ഇഫ് കണ്ടീഷന്റെ ഉള്ളിൽ കയറിയിട്ട് ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ വീണ്ടും നമ്മൾ ഉണ്ടാക്കാണ് ഇവിടെ. അപ്പൊ നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള ഡാറ്റ വേരിയബിൾ ചേഞ്ച് ചെയ്തിട്ട് അതിന് ഇപ്പൊ എന്താണ് നമ്മൾ വാല്യൂസ് കൊടുക്കുന്നത് അതായിരിക്കും ഉണ്ടാവുക. അപ്പൊ ഡാറ്റ ആയിക്കോൾ ഫസ്റ്റ് നെയിം എന്താണ്, നമുക്ക് $_പോസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്ലോബൽ വേരിയബിളിൽ നമ്മൾ ഫോം ആക്സസ് ചെയ്യാൻ പറ്റും. അതിൽ നമ്മൾ ഫോമിന് എന്താണ് നെയിം കൊടുത്തത്, ഓരോ ഫീൽഡിന് നെയിം കൊടുത്തിട്ടില്ലേ, അതേ നെയിമാണ് ഉപയോഗിക്കേണ്ടത്. അവിടെ നിങ്ങൾ എഫ് ക്യാപ്സ് ആണ് കൊടുത്തെങ്കിൽ ഇവിടെ എഫ് ക്യാപ്സ് കൊടുക്കണം. നിങ്ങൾ ഫോമിന്റെ നെയിം ആണ് ഇവിടെ കൊടുക്കേണ്ടത്, പോസ്റ്റ് ഓഫ്. അപ്പോൾ ഓരോ ഫോമിന്റെ നെയിമും ഞാൻ ആ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ നേരത്തെ എംറ്റി ആയിരുന്ന എന്താവും, ആ ഡാറ്റ എന്ന് പറയുന്ന എല്ലാ വേരിയബിളിലും നമ്മളിപ്പോ പോസ്റ്റിൽ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആ വേരിയബിൾ സ്റ്റോർ ആവും. അപ്പൊ എന്ത് ചെയ്യും, ആ വാല്യൂയിൽ എല്ലാ ഫോമിന്റെ വാല്യൂയിൽ ബൈ ഡിഫോൾട്ട് ഇത് സെറ്റ് ആവും. ഈ വാല്യൂസ് ആയിരിക്കും സെറ്റ് ആവുക. ഫോമിന് നമ്മൾ ഓരോ ഫീൽഡിന് വാല്യൂ കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി എന്താണ് ചെയ്യുന്നത്, നമ്മൾ എംപ്ലോയി എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റൻസ് നമ്മൾ ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എംപ്ലോയി എന്ന് പറഞ്ഞ ക്ലാസ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ നമുക്ക് പ്രൈവറ്റ് ആയിട്ടുള്ള വേരിയബിൾ ഉണ്ട്, പബ്ലിക് ആയിട്ടുള്ള വേരിയബിൾ ഉണ്ട്. പബ്ലിക് വേരിയബിൾസ് പെട്ടാണ് ഇതൊക്കെ. അതായത് നമ്മൾ ഈ ടേബിളിൽ എന്തൊക്കെ ഫീൽഡ് നമ്മൾ സ്റ്റോർ ചെയ്യണം എന്നുള്ളത് ഓരോ ഫീൽഡുകളും നമ്മൾ ഇങ്ങനെ നമ്മളൊരു പബ്ലിക് വേരിയബിൾസ് ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, എംറ്റി ആക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നമ്മൾ ഡാറ്റാബേസിന്റെ നെയിമും ഫീൽഡുകളൊക്കെ പ്രോപ്പർ ആക്കി സെറ്റ് ചെയ്ത് വെച്ച് അതിനൊരു ഫംഗ്ഷൻ ഒക്കെ ആക്കി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ഇതിനെ നമ്മൾ മോഡൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, ആ വേരിയബിൾ പബ്ലിക് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ അടുത്തത് ചെയ്യുന്നത്. എംപ്ലോയി ഫസ്റ്റ് നെയിം ഈക്വൽ ടു, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഡാറ്റയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുള്ള ഫസ്റ്റ് നെയിം എടുത്ത് സ്റ്റോർ ചെയ്യണം. അപ്പൊ ആ ക്ലാസ്സിൽ എന്ത് വരും, അതിന്റെ ഫസ്റ്റ് നെയിമിൽ നമ്മൾ ഫോമിൽ സബ്മിറ്റ് ചെയ്യുന്ന ഇൻപുട്ട് ഫീൽഡിലുള്ള ഫസ്റ്റ് നെയിം ആദ്യം ഈ ഡാറ്റ എന്ന് പറഞ്ഞ അറയിലേക്ക് സ്റ്റോർ ആകും. അവിടെ നിന്ന് എടുത്തിട്ട് നമ്മൾ ഈ ഒരു എംപ്ലോയിന്റെ ഉള്ളിലുള്ള ആ ഒരു പ്രൈവറ്റ് വേരിയബിൾ, പ്രൈവറ്റ് അല്ല പബ്ലിക് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെക്കാണ്. പ്രൈവറ്റ് ആണെങ്കിൽ നമുക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമ്മൾ എറേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത് അത് എംറ്റി ആണ്. ഇവിടെ നമ്മൾ ഒന്നുകൂടെ അതിന് റീഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യാണ്. എറേഴ്സ് ഈക്വൽ ടു എംപ്ലോയി ഓഫ് വാലിഡേറ്റ് ഓഫ് ഡാറ്റ. അത് ഈ ഡാറ്റ എന്ന് പറഞ്ഞ അറേ നമ്മൾ ഈ വാലിഡേറ്റ് എന്ന് പറഞ്ഞ എംപ്ലോയിലുള്ള ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്താണ് ചെയ്യുന്നത്, അതിൽ നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഫംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് നോക്കാം. വാലിഡേറ്റിൽ നമ്മൾ എറേഴ്സ് എന്ന് പറഞ്ഞ ഒരു എംറ്റി വേരിയബിൾ ഇവിടെ ഉണ്ടാക്കി. ആ വേരിയബിൾ എന്താണ്, നമ്മൾ ഈ വാലിഡേറ്റ് റിക്വയർഡ് എന്നുള്ളത് നമുക്ക് ട്രേറ്റ് എന്ന് കിട്ടിയതാണ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ അതിലുള്ള ഫസ്റ്റ് നെയിം ഏത് ഫീൽഡ് ആണെന്നും പിന്നെ അതിലേക്ക് ഡാറ്റയും പിന്നെ എറേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ റെഫറൻസ് വേരിയബിൾ ഏത് വേരിയബിളിലേക്കാണ് എറേഴ്സ് സ്റ്റോർ ചെയ്യേണ്ടത് അങ്ങനെ ഇത് ആദ്യം വിളിക്കും. അപ്പൊ അതിൽ നിന്ന് കിട്ടുന്ന എറർ ഈ അറയിലേക്ക് സ്റ്റോർ ചെയ്യും. പിന്നെയും അടുത്തത് വിളിക്കും. അതിൽ എറർ ഉണ്ടെങ്കിൽ അത് വീണ്ടും അതും കൂടെ സ്റ്റോർ ചെയ്യും. അങ്ങനെ എത്രത്തോളം എറേഴ്സ് ഉണ്ട് അതൊക്കെ എല്ലാം കൂടെ ഈ എറേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യും. എന്നിട്ട് ലാസ്റ്റ് ആ എറേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ റിട്ടേൺ ചെയ്യും. അപ്പൊ റിട്ടേൺ ചെയ്യുമ്പോൾ എറർ ഉണ്ടെങ്കിൽ നേരത്തെ എംറ്റി ആയിരിക്കുന്ന എറേഴ്സ് വേരിയബിൾ എംറ്റി അല്ലാതാവും. ഒന്നിലധികം വാല്യൂസ് വരും. അപ്പൊ എന്തെങ്കിലും ഈ ലൂപ്പിൽ ഫോർ ലൂപ്പിൽ കയറിയിട്ട് ഇവിടെ ആ എറർ പ്രിന്റ് ആവും. അങ്ങനെയാണ് എറർ പ്രിന്റ് ആവുന്നത്. അങ്ങനെ എറർ ഒക്കെ പ്രിന്റ് ആയി. എന്നിട്ട് നമ്മൾ നോക്കുകയാണ് ഇഫ് കൗണ്ട് ഓഫ് എറേഴ്സ് എന്ന് പറയുന്ന വേരിയബിൾ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമ്മൾ വീണ്ടും ഇവിടെ അറേ ആക്കി കൊടുക്കരുത്. കൗണ്ട് എന്ന് പറയുന്ന ഫംഗ്ഷൻ PHP ഒരു അറേന്റെ കൗണ്ട് അല്ലെങ്കിൽ ഇറ്ററബിൾ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിന്റെ അതിൽ എത്ര ഐറ്റംസ് ഉണ്ട് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ കൗണ്ട് ഓഫ് ആ ഫംഗ്ഷനുള്ളിലേക്ക് എറേഴ്സ് എന്ന് പറഞ്ഞ ആ ഒരു അറേ പാസ് ചെയ്ത് കൊടുക്കും. അപ്പൊ എന്തോരും നമുക്ക് അതിൽ എത്ര ഐറ്റംസ് ഉണ്ട് എന്നിട്ട് അത് $=0, അതായത് 0 ആണ്. അതിൽ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്ക് സിമ്പിൾ ആയിട്ട് ആ ഫോം ഡാറ്റ സ്റ്റോർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് എറർ കാണിക്കണം. അപ്പോൾ എൽസ് കണ്ടീഷൻ അവിടെ വേണ്ട. ഓട്ടോമാറ്റിക്കലി ആ എറേഴ്സ് എന്ന് പറഞ്ഞ വേരിയബിൾ ഡാറ്റ വരും. ഇഫ് കണ്ടീഷന്റെ ഉള്ളിൽ കയറില്ല. അപ്പൊ എന്ത് ചെയ്യും, ആ എറർ അവിടെ ജസ്റ്റ് കാണിക്കും. ഇനി എറർ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ എന്താണ്, റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കണം. നമുക്ക് ഇനി വിളിക്കേണ്ട എന്താണ്, നമ്മൾക്ക് ഇവിടെ ഒരു ഐഡി ഉണ്ട്. ഹിഡൻ ഫീൽഡിന്റെ നമ്മളൊരു നെയിം കൊടുത്തിട്ടുണ്ട് ഐഡി എന്ന് പറഞ്ഞിട്ട്. അവിടെ നിന്നാണ് ഈ ഐഡി എടുക്കുന്നത്. പോസ്റ്റ് ഓഫ് ഐഡി എങ്കിൽ ഇസെറ്റ് ആണ്. നമ്മളൊരു ടെർണറി ഓപ്പറേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടിട്ട്. അങ്ങനെയാണെങ്കിൽ എന്താണ്, അത് ട്രൂ ആണെങ്കിൽ അപ്ഡേറ്റ്. അതായത് ഇങ്ങനെ ഐഡി ഉണ്ടെങ്കിൽ എംപ്ലോയീസിലുള്ള അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആണ് വിളിക്കേണ്ടത്. ഐഡി അതിലേക്ക് എന്ത് ചെയ്യും, ഐഡി പാസ് ചെയ്തിടും. അല്ലെങ്കിൽ കോളൻ ഇട്ടിട്ട്. ഐഡി ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം, എംപ്ലോയിലെ ആഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് വിളിക്കുന്നത്. എന്നിട്ട് അതിന്റെ റിസൾട്ട് അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ട്രൂ ഓർ ഫോൾസ് ആണ് റിട്ടേൺ ചെയ്യും. രണ്ട് ഫംഗ്ഷൻ റിസൾട്ട് എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് നമ്മൾ ഇഫ് കണ്ടീഷൻ നോക്കുകയാണ്. ഇഫ് റിസൾട്ട് കണ്ടീഷന്റെ ഉള്ളിൽ കയറി ഹെഡർ ഓഫ് ലൊക്കേഷൻ ഇവിടെ L ക്യാപ്സ് ആയിരിക്കണം കൊടുക്കുന്നത്. കോളൻ ഇട്ടിട്ട് ഏത് ഫയലിലേക്കാണ് നിങ്ങൾക്ക് റീഡയറക്ട് ചെയ്യേണ്ടതെന്ന് വേണ്ടി കൊടുക്കുകയാണ്. എന്നിട്ട് എക്സിറ്റ് കൂടെ കൊടുക്കണം, അല്ലെങ്കിൽ എറർ വരും. എൽസ് എന്താണ്, ഈ റിസൾട്ട് ഫോൾസ് ആണ്. അതായത് എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എക്കോ എറർ ഇൻ സേവിങ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് ഒരു ടെക്സ്റ്റ് എക്കോ ചെയ്ത് കാണിക്കാൻ വേണ്ടി പറയാം. ഇതാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുമ്പോൾ സബ്മിറ്റ് ചെയ്യുന്നത്. ഇനി ഈ ഫംഗ്ഷന്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എംപ്ലോയിലുള്ള ഈ ഒരു ആഡ് ഫംഗ്ഷന്റെ ഉള്ളിൽ
ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ക്വറി നമ്മൾ ഉണ്ടാക്കുകയാണ് ഇൻസേർട്ട് ഇൻറ്റു. നമ്മൾ ഒരു ഡാറ്റാബേസിലേക്ക് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള SQL ക്വറി ഇൻസേർട്ട് ഇൻറ്റു നമ്മൾ പഠിച്ചതാണ്. ഇൻസേർട്ട് ഇൻറ്റു ദിസ് ടേബിൾ, അതായത് എംപ്ലോയീസ്, എന്നിട്ട് ഓരോ ഫീൽഡുകൾ ബ്രാക്കറ്റ് ഇട്ട് ഓർഡറിൽ കൊടുക്കുകയാണ്. അതിന്റെ ഫീൽഡ് എത്ര എണ്ണം കൊടുത്തിട്ടുണ്ടോ അതേ എണ്ണത്തിൽ തന്നെ വാല്യൂം അതേ ഓർഡറിൽ തന്നെ വാല്യൂം കൊടുക്കണം. അവിടെ വാല്യൂസ് എത്ര ഫീൽഡ് കൊടുത്തിട്ടുണ്ട്? 1, 2, 3, 4, 5. അപ്പൊ 5 ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി അതിൽ നമ്മൾ കണക്ഷനിൽ പ്രിപ്പയർ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷനിലേക്ക് ക്വറി പാസ് ചെയ്ത് അതിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. പ്രിപ്പയർ ചെയ്തു എന്നിട്ട് പിന്നെ നമ്മൾ ആ വേരിയബിളിലുള്ള, അതായത് നമുക്ക് എവിടെ നിന്നാണ് ഈ ഡാറ്റ കിട്ടുന്നത് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഡാറ്റ സെറ്റ് ചെയ്തിട്ടത് ആഡ് എംപ്ലോയിൽ നമ്മൾ അവിടെ എംപ്ലോയിലെ ഒരു പബ്ലിക് വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് ഈ ക്ലാസ്സിൽ തന്നെ അത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. ദിസ് ഫസ്റ്റ് നെയിം ഈക്വൽ ടു അതൊന്നുകൂടെ നമ്മൾ സാനിറ്റൈസ് ചെയ്യണം. സ്പെഷ്യൽ ക്യാരക്ടറും പിന്നെ ടാഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ SQL ഇഞ്ചക്ഷനും പിന്നെ അതേപോലെ തന്നെ ക്രോസ് സൈറ്റ് സ്ക്രിപ്റ്റിംഗ് ഒക്കെ പറഞ്ഞിട്ടുള്ള എറേഴ്സും അതിൽ ഹാക്കിംഗ് അറ്റംപ്റ്റ്സ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാനിറ്റൈസ് ചെയ്യാം. സാനിറ്റൈസ് ചെയ്തിട്ട് അതേ വേരിയബിളിലേക്ക് തന്നെ സ്റ്റോർ ചെയ്യണം. ആ വേരിയബിൾ എടുത്ത് ഒന്ന് സാനിറ്റൈസ് ചെയ്തിട്ട് തിരിച്ച് ആ വേരിയബിളിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കും. എന്നിട്ട് ആ വേരിയബിൾസ് ആണ് നമ്മൾ ബൈൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഈ പാരാമീറ്റേഴ്സ് ക്വസ്റ്റ്യൻ മാർക്കിനെ ബൈൻഡ് ചെയ്ത് കൊടുക്കും. ബൈൻഡ് പരാം എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ വിളിച്ചു കഴിഞ്ഞിട്ട് ആ ഓർഡറിൽ സ്ട്രിംഗ് ആണെങ്കിൽ എസും ഇന്റിജർ ആണെങ്കിൽ ഐയും കൊടുക്കണം. എത്ര സ്ട്രിംഗ് ഉണ്ടോ എത്ര ഇന്റിജർ ഉണ്ടോ അതിനനുസരിച്ചുള്ള ലെറ്റേഴ്സ് കൊടുത്തിട്ട് അതേ ഓർഡറിൽ ഏത് ഫീൽഡാണ് ആദ്യം എന്റെ ഫസ്റ്റ് നെയിം ഇവിടെ കൊടുത്തിട്ടുള്ളത്, പിന്നെ ലാസ്റ്റ് നെയിം, പിന്നെ ഇമെയിൽ, സാലറി, ഡിപ്പാർട്ട്മെന്റ്. ഇതിൽ എണ്ണം കുറയാനും പാടില്ല, ഓർഡർ തെറ്റാനും പാടില്ല. ആ ഓർഡറിൽ പാസ് ചെയ്തിട്ട് ആ ക്വറി എക്സിക്യൂട്ട് ചെയ്ത് ഓക്കെ ആണെങ്കിൽ എന്താണ് ട്രൂ റിട്ടേൺ ചെയ്യും അല്ലെങ്കിൽ ഫോൾസ് റിട്ടേൺ ചെയ്യും. ഇനി അപ്ഡേറ്റിലാണെങ്കിലോ, അപ്ഡേറ്റിലാണെങ്കിൽ നമ്മൾ അപ്ഡേറ്റ് എന്നാണ് കൊടുത്തു. അപ്ഡേറ്റ് എംപ്ലോയീസ് സെറ്റ്, ഓരോ ഫീൽഡ് നമ്മൾ സെറ്റ് ചെയ്യണം. അവിടെ ഇങ്ങനെ ഫീൽഡ് ഈക്വൽ ടു ക്വസ്റ്റ്യൻ മാർക്ക് കോമ ഓരോ ഫീൽഡിൽ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ക്വറിയാണ് കൊടുത്തത്. അതും പ്രിപ്പയർ ചെയ്തു. സാനിറ്റൈസ് ചെയ്യുന്നുണ്ട്. അതിലും നമ്മൾ ഇന്റിജർ ഐഡിയും കൂടെ പാസ് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ 2 ഐ ഉണ്ട്. വേർ കണ്ടീഷൻ ഇട്ട് നമ്മൾ വേർ കണ്ടീഷൻ നിർബന്ധമാണ്. വേർ ID ഈക്വൽ ടു എന്ന് പറഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്ന എല്ലാ ഡാറ്റയും എല്ലാ റോയും അപ്ഡേറ്റ് ആയി പോകും. നിങ്ങൾ പുതിയ പേര് പാസ് ചെയ്യുമ്പോൾ അഫ്സൽ എന്നാണ് പാസ് ചെയ്യുകയാണെങ്കിൽ വേർ കണ്ടീഷൻ ഇട്ടില്ലെങ്കിൽ എല്ലാ എംപ്ലോയീസിന്റെ പേരും അഫ്സലായി പോകും. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പൊ ഐഡിയും കൂടെ പാസ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതും നേരത്തെ പോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് ട്രൂ ഓർ ഫോൾസ് റിട്ടേൺ ചെയ്യാണ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ഇഫ് കണ്ടീഷൻ കഴിഞ്ഞാൽ പിന്നെ ഒരു എൽസ് കണ്ടീഷൻ ആണ്. അതായത് നമ്മൾ ചെക്ക് ചെയ്യണേ എൽസ് ഇഫ് അല്ലെങ്കിൽ എന്നിട്ട് ഇങ്ങനെയാണെങ്കിൽ, അങ്ങനെയല്ല പക്ഷെ ഇങ്ങനെയാണെങ്കിൽ സെർവർ റിക്വസ്റ്റ് മെത്തേഡ് ഈക്വൽ ടു ഗെറ്റ് ആൻഡ് ഇസെറ്റ് ഓഫ് ഗെറ്റ് ID. അതായത് ബൈ ഡീഫോൾട്ട് നമ്മൾ ബ്രൗസറിൽ ആ പേജ് തുറക്കുമ്പോൾ എന്തായിരിക്കും? ഗെറ്റ് ആയിരിക്കും. അതായത് ആഡ് എന്ന് പറഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ആഡ് employee.php ഫയൽ ലോഡ് ആകുമ്പോൾ എന്തായിരിക്കും? ഗെറ്റ് ആയിരിക്കും. പക്ഷെ അപ്പം എന്താ ഉണ്ടാവില്ല? URL ID ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ID ഇല്ലാത്തതുകൊണ്ട് ആ സമയത്ത് ഈ ലൂപ്പിന്റെ ഉള്ളിൽ കയറില്ല, ഈ കണ്ടീഷന്റെ ഉള്ളിൽ കയറില്ല. പക്ഷെ നമ്മൾ എഡിറ്റ് കൊടുക്കുമ്പോൾ എന്തായാലും ക്വസ്റ്റ്യൻ മാർക്ക് ID ഈക്വൽ ടു 1 ID ഈക്വൽ ടു 2 ID ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഈ കണ്ടീഷന്റെ ഉള്ളിൽ കയറും. അപ്പൊ ഈ കണ്ടീഷന്റെ ഉള്ളിൽ കയറിയിട്ട് എംപ്ലോയി ID എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് ആ ഗെറ്റ് ഓഫ് ID എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്തു. ഈ എംപ്ലോയി ID വേരിയബിൾ ആണ് നമ്മൾ പിന്നീട് പേജിന്റെ ടൈറ്റിൽ ചെക്ക് ചെയ്യാനും പിന്നെ അതേപോലെ ഹിഡൻ ഫീൽഡ് ഇടാനും ബട്ടന്റെ ടെക്സ്റ്റിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെയാണ് ആ വേരിയബിൾ സെറ്റ് ചെയ്യുന്നത്. പിന്നെ എക്സിസ്റ്റിംഗ് എംപ്ലോയി എന്ന വേരിയബിളിലേക്ക് ഈ ID പാസ് ചെയ്തിട്ട് നമ്മൾ എംപ്ലോയിനെ നമ്മൾ കണ്ടുപിടിച്ച എംപ്ലോയിന്റെ ഫീൽഡൊക്കെ റീഡ് ചെയ്തെടുക്കുകയാണ്. എക്സിസ്റ്റിംഗ് എംപ്ലോയി ഈക്വൽ ടു എംപ്ലോയി ഫൈൻഡ് 1. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആ ഫംഗ്ഷനിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞാൽ സെലക്ട് സ്റ്റാർ ഫ്രം എംപ്ലോയീസ് വേർ ID ഈക്വൽ ടു നമ്മൾ പാസ് ചെയ്യുന്ന ID 1 ആണ് പാസ് ചെയ്യുന്നതെങ്കിൽ ID അവിടെയും ബൈൻഡ് ഒക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൽ ഫെച്ച് അസോസിയേറ്റീവ് അറേ ആയിട്ട് അതിന്റെ റിസൾട്ട് ആണ് നമ്മൾ റിട്ടേൺ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ആ റിട്ടേൺ ചെയ്ത് അസോസിയേറ്റീവ് അറേ ഈ എക്സിസ്റ്റിംഗ് എംപ്ലോയി തന്നെ വേരിയബിൾ ഉണ്ടാവും. അതൊരു അസോസിയേറ്റീവ് അറേയാണ്. നമ്മൾ നേരത്തെ കൊടുത്തോളം ഡാറ്റ കൊടുത്തോളം ഫസ്റ്റ് നെയിം ഈക്വൽ ടു അൻഷാദ് അല്ലെങ്കിൽ ലാസ്റ്റ് നെയിം എന്തായിരിക്കും വട്ടപ്പോയിൽ, അങ്ങനെ ഓരോ കാര്യങ്ങളും സ്റ്റോർ ചെയ്ത് അതാണ് നമ്മൾ ഡാറ്റ എന്ന് പറഞ്ഞ ഇഫ് കണ്ടീഷൻ ഉള്ളത്. അതുണ്ടെങ്കിൽ ഡാറ്റ ഈക്വൽ ടു എക്സിസ്റ്റിംഗ് എംപ്ലോയി തന്നെ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഡാറ്റ ജോൺഡു എന്ന് പറഞ്ഞാൽ ജോൺഡുവിന്റെ ഡാറ്റ അങ്ങോട്ട് സ്റ്റോർ ചെയ്യും. ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ സ്റ്റോർ ചെയ്യും. അപ്പൊ ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ 3 സ്ഥലത്താണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട്. ആദ്യം നമ്മൾ empty ആക്കി ഇട്ടു. കാരണം വാല്യൂല് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു empty ഇല്ല എന്നെ ഫസ്റ്റ് നമ്മൾ ലോഡ് ചെയ്യുമ്പോൾ അവിടെ വാല്യൂസിൽ നമ്മൾ ഡാറ്റ ഓഫ് ഫസ്റ്റ് നെയിം കൊടുത്തപ്പോൾ ആ ഡാറ്റ അവിടെ ഇല്ലെങ്കിൽ എറർ ആയിരിക്കും. അവിടെ നമ്മൾ ഡാറ്റ ഓഫ് ഫസ്റ്റ് നെയിം കൊടുത്തില്ല. അങ്ങനെ ഒരു ഡാറ്റ ഇല്ലെങ്കിൽ എന്തെങ്കിലും എറർ വരും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ empty ആക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ എറേഴ്സ് ഒക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ വാല്യൂസ് നമ്മൾ ഫോമിൽ ഫില്ല് ചെയ്ത വാല്യൂസ് അവിടെ പെർസിസ്റ്റ് ആയിട്ട് നിൽക്കണം. അത് ക്ലിയർ ആയി പോകരുത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പോസ്റ്റിന്റെ ഉള്ളിൽ നമ്മളൊരു ഡാറ്റ എന്ന് പറഞ്ഞ വേരിയബിൾ ഉണ്ടാക്കി നമ്മൾ പോസ്റ്റ് ചെയ്ത ഡാറ്റ ഒക്കെ സ്റ്റോർ ചെയ്ത് വെച്ചു. പിന്നെ നമ്മളിപ്പോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം? നേരത്തെ നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റ ഒക്കെ ഫോമിൽ പ്രിന്റ് ആയി വരണം. അവിടെ നിന്നല്ല നമ്മൾ എഡിറ്റ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് ഡാറ്റയിലേക്ക് എക്സിസ്റ്റിംഗ് എംപ്ലോയി എന്ന് പറഞ്ഞിട്ട് എടുത്തു വെച്ചു. ഇത്രയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുമ്പോഴുള്ള ഫംഗ്ഷൻ ഒക്കെ നോക്കും. ഡിലീറ്റ് ചെയ്യുമ്പോൾ ആ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ഉണ്ട്. ആ സെറ്റിൽ വന്നു കഴിഞ്ഞാൽ JS വന്നു സ്ക്രിപ്റ്റ്. ഈ ഒരു ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ ആദ്യം കൺഫേം ചെയ്യും. ആർ യു ഷുവർ യു വാണ്ട് ടു ഡിലീറ്റ് ദിസ് എംപ്ലോയി? അത് നമ്മൾ കൺഫേം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ട്രൂ ആയിരിക്കും റിട്ടേൺ ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ട്രൂ ആയതുകൊണ്ട് ആ പേജിലേക്ക് പോകും, ഡിലീറ്റ് PHPയിലേക്ക് പോകും. അല്ലെങ്കിൽ എന്താ ഡിലീറ്റ് PHPയിലേക്ക് പോകില്ല. അവിടെ പോയിട്ട് എന്ത് ചെയ്യും? ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? ആ ഗെറ്റ് ഉണ്ട്
ഒന്ന് നോക്കും, ആ ഗെറ്റ് എം ടി അല്ല എന്ന് നോക്കും. എം ടി എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉണ്ട്, എം ടി ഓഫ് ഈ ഐ ഡി അത് എം ടി ആണെങ്കിൽ ട്രൂ എന്നോ അല്ലെങ്കിൽ ഫോൾസ്. നോട്ട് എം ടി അല്ല എന്നും കൂടി ചെക്ക് ചെയ്യണം. ആൻഡ് രണ്ട് കണ്ടീഷൻ ആകുമ്പോൾ ആൻഡ് ഇട്ട് സെപ്പറേറ്റ് ചെയ്യും. ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ ഡാറ്റാബേസിന്റെ കണക്ഷൻ ഒക്കെ ഉണ്ടാക്കി ഐ ഡി എന്ന് പറയുന്ന ഗെറ്റ് ഐ ഡി നമ്മളൊരു ഐ ഡി എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്ത്, എന്നിട്ട് എംപ്ലോയി എന്ന് പറയുന്നത് അതിൽ നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എംപ്ലോയിയിൽ എന്താണ് പുതിയൊരു ഇൻസ്റ്റൻസ് ഉണ്ടാക്കി എംപ്ലോയി ഓഫ് ഡിലീറ്റ് എന്ന് വിളിക്കുകയാണ്. എന്നിട്ട് ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താണ് കണക്ഷൻ ക്ലോസ് ചെയ്തു, എന്നിട്ട് റീഡയറക്റ്റ് ചെയ്യാം, ഇൻഡെക്സിലേക്ക് റീഡയറക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡിലീറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഗോ ടു ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഡിലീറ്റ് ഫ്രം ഈ ടേബിൾ വേർ ഐ ഡികൾ കണ്ടീഷൻ ഇട്ടിട്ടില്ലെങ്കിൽ ഈ വേർ കണ്ടീഷൻ ഇട്ടിട്ടില്ലെങ്കിൽ എല്ലാ ഡാറ്റയും ഡിലീറ്റ് ആയി പോകും. പ്രിപ്പയർ ബൈൻഡ് ചെയ്യുന്നുണ്ട്, എക്സിക്യൂട്ട് ചെയ്യുന്ന സിമിലർ പാറ്റേൺ തന്നെ. പിന്നുള്ളത് ട്രേറ്റ് ആണ്. നമ്മൾ ട്രേറ്റിലെ വാലിഡേഷൻ പറഞ്ഞു. വാലിഡേഷൻ ട്രേറ്റ് എന്ന് പറഞ്ഞ ഫയൽ, ട്രേറ്റ് ഫയൽ ഉണ്ടാക്കുന്നത് ഇതേപോലെ ട്രേറ്റ് എന്ന് പറഞ്ഞ ക്ലാസ്സിന് പകരം ട്രേറ്റ് എന്ന് പറഞ്ഞ കീവേഡ് ഉപയോഗിച്ചിട്ടാണ്. മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് PHP സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ട്രേറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിൽ രണ്ട് ഫംഗ്ഷൻ ആണുള്ളത്, വാലിഡേറ്റ് റിക്വയർഡും വാലിഡേറ്റ് ഇമെയിൽ. ഇതേപോലെ വേറെ എന്തെങ്കിലും വാലിഡേഷൻ ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. കോമൺ ആയിട്ട് എല്ലായിടത്തും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പൊ അതിൽ നമ്മൾ ഫീൽഡ് പാസ് ചെയ്യുന്നുണ്ട്. ഈ വാല്യൂ എം ടി, ഈ ഫീൽഡ് വാല്യൂ എം ടി ആണെങ്കിൽ എന്തെങ്കിലും എറേഴ്സ് എന്ന് പറഞ്ഞ ഫീൽഡിലേക്ക് സ്റ്റോർ ചെയ്യണം. അതിന്റെ ഒരു മെസ്സേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണ് ഒരു വാലിഡേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ട്രേറ്റ് നമ്മൾ യൂസ് ചെയ്തത് എംപ്ലോയിൽ നമ്മൾ ട്രേറ്റ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം, ആദ്യം ആ ട്രേറ്റ് ഫയൽ നമ്മൾ റിക്വയർ ചെയ്തു, റിക്വയർ വൺസ് കൊടുത്തു, എന്നിട്ട് ആ ട്രേറ്റിന്റെ നെയിം സ്പേസ് നമ്മൾ യൂസ് ചെയ്തു, എന്നിട്ട് ക്ലാസിന്റെ ഉള്ളിലും കൂടെ യൂസ് ആ വാലിഡേഷൻ ട്രേറ്റ് അതിന്റെ കൊടുത്ത ആ ഒരു ട്രേറ്റിന്റെ നെയിം കൂടെ കൊടുക്കണം. ഇങ്ങനെയാണ് ഈ ട്രേറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മളിവിടെ ഈ ഒരു ക്ലാസ്സിൽ ക്രൂഡ് ഇന്റർഫേസ് എന്ന് പറഞ്ഞ ഒരു ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആ ഇന്റർഫേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഇന്റർഫേസ് എന്ന് പറഞ്ഞ ഫോൾഡറിൽ ക്രൂഡ് ഇന്റർഫേസ് ആണ്. അതിൽ നമ്മൾ കുറച്ച് ഫംഗ്ഷൻ ഉണ്ടാക്കി വെച്ചു, അതിന്റെ ബോഡി ഇല്ല, ഫംഗ്ഷന്റെ ബ്ലൂ പ്രിന്റ് മാത്രം. അതായത് ഈ ഒരു ഇന്റർഫേസ് യൂസ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും ഈ ഇത്രയും ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കണം എന്ന് നമ്മൾ കർക്കശമായി പറയാണ്. അപ്പോൾ ഇവിടെ എംപ്ലോയിയിൽ നമുക്ക് ഇന്റർഫേസ് ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ട് അതിലുള്ള അതേ ഫംഗ്ഷൻസ് ആഡ്, ലിസ്റ്റ് ഓൾ, ഫൈൻഡ് വൺ എന്നുള്ള എല്ലാ ഫംഗ്ഷൻസും നമ്മൾ നിർബന്ധമായിട്ടും ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അത് അങ്ങനെ എന്തിനാണ് നമ്മൾ സ്പെസിഫൈ ചെയ്യുന്നത്? ഞാൻ പറഞ്ഞു നമ്മൾ ഈ സോഫ്റ്റ്വെയറിൽ എംപ്ലോയി ഒരു ഒബ്ജക്റ്റ് ആണ്. ഇനി ഡിപ്പാർട്ട്മെന്റ് വരും, സാലറി വരും, അങ്ങനെ പലതും വരും. എല്ലായിടത്തും ഇത്രയും ക്രൂഡ് ഓപ്പറേഷൻ നിർബന്ധമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഇന്റർഫേസ് ഉണ്ടാക്കിയിട്ടുള്ളത്.